മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പൈത്തൺ റൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സോഫ്റ്റ്വെയറാണ് പൈഡ്രോയിഡ് 3 എന്നുള്ളത്. നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പൈഡ്രോയിഡ് എന്നുള്ളത് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ പൈഡ്രോയിഡ് 3 IDE ഫോർ പൈത്തൺ എന്ന് കാണുന്നുണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഏകദേശം 50 MB സൈസ് ഉള്ള ഒരു ഫയലാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ നെറ്റ് സ്പീഡുള്ള ഒരു സ്ഥലത്താണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? So now installing. Okay, now it has been installed. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ പോയി നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് ഇവിടെ PY3 എന്ന് കാണാം. പൈഡ്രോയിഡ് 3 എന്ന് പറയുന്ന ഈ ഒരു ആപ്പ്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം ഇൻസ്റ്റാളിംഗ് പൈത്തൺ. ഇത് നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇൻസ്റ്റാളിംഗ് വരുന്നുണ്ടാവുള്ളൂ. സോ ഇൻസ്റ്റലേഷൻ ഫയൽസ് എല്ലാം അത് കംപ്ലീറ്റ് ആക്കുകയാണ്. Okay, it has been completed. ഇനി നമ്മൾ ഈ പൈഡ്രോയിഡ് എന്നുള്ളതിൽ ഒരു സാമ്പിൾ പ്രോഗ്രാം റൺ ചെയ്യാണ്. അപ്പോൾ A=6, B=-4, പ്രിന്റ് ഹലോ, പ്രിന്റ് A+B. ഇത് നിങ്ങൾ പൈഡ്രോയിഡ് ഓപ്പൺ ചെയ്താൽ കിട്ടുന്ന വിൻഡോയിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ മഞ്ഞ ഒരു ബട്ടൺ കാണുന്നുണ്ട്, യെല്ലോ ബട്ടൺ. ആ ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഹലോ എന്നുള്ളതും 2 എന്നുള്ളതും ഔട്ട്പുട്ടായി വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ പ്രോഗ്രാം ബാക്കിലോട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോഗ്രാം എന്നുള്ളതിൽ കാണുന്നത് A=6, B=-4, പ്രിന്റ് ഹലോ. അത് അതുപോലെ പ്രിന്റ് ചെയ്യും. ദെൻ പ്രിന്റ് A+B. എയും ബിയും ആഡ് ചെയ്യും. സോ 6 - 4 2. സോ ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റൈൻഡ്. ഇനി നമ്മൾ ശ്രമിക്കാൻ പോകുന്നത് numpy മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം റൺ ചെയ്യിക്കാനാണ്. ഞാൻ ആ പ്രോഗ്രാം ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രോഗ്രാം നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതായാലും ഇതിൽ numpy മൊഡ്യൂൾ ആവശ്യമുണ്ട്. ഞാൻ റൺ പ്രസ് ചെയ്യാണ്. സോ യു ക്യാൻ സീ ഇറ്റ് ഈസ് എറർ, മൊഡ്യൂൾ നോട്ട് ഫൗണ്ട് എറർ, നോ മൊഡ്യൂൾ നെയിംഡ് numpy. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം we have to install numpy module. So we will discuss that. ഇപ്പോൾ ഈ numpy module ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ പ്രോഗ്രാം റൺ ചെയ്യിക്കണമെങ്കിൽ numpy ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. ഇതിന്റെ ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന ഇടതുഭാഗത്തായി കാണുന്ന മേലെ ഇടതുഭാഗത്ത് കാണുന്ന ഈ 3 ലൈനിൽ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ ഗെറ്റ് പ്രീമിയം ഇന്റർപ്രറ്റർ ടെർമിനൽ PIP എന്നെല്ലാം വരും. അപ്പോൾ അതിൽ PIP എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. PIP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ലൈബ്രറീസ് ഇൻസ്റ്റാൾ, ക്വിക്ക് ഇൻസ്റ്റാൾ എന്നെല്ലാം വരും. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ numpy എന്നുള്ള പേര് കൊടുക്കാം. ഇവിടെ numpy എന്നുള്ള പേര് കൊടുക്കാം. എന്നിട്ട് ഇൻസ്റ്റാൾ പ്രസ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ numpy മൊഡ്യൂളിന്റെ സ്പെല്ലിങ്ങോ മറ്റോ ഒരു പ്രോബ്ലമായി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചെയ്യേണ്ടത് അതിനേക്കാൾ നല്ല മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ക്വിക്ക് ഇൻസ്റ്റാൾ എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം ടോർച്ച്, PIQT5 ഇങ്ങനെ ഒരുപാട് പൈത്തന്റെ മൊഡ്യൂളുകളാണ് ഇതെല്ലാം. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള മൊഡ്യൂള് ഒന്ന് numpy മൊഡ്യൂൾ, മറ്റൊന്ന് matplotlib മൊഡ്യൂൾ. അപ്പോൾ ഇതിൽ numpy മൊഡ്യൂൾ എന്നുള്ളതിന്റെ ഇൻസ്റ്റാൾ എന്നുള്ള കീ ഞാൻ പ്രസ് ചെയ്യാണ്. ഇൻസ്റ്റാൾ. അവിടെ കാണാം അലോ പൈഡ്രോയിഡ് ടു ആക്സസ്. അപ്പോൾ അലോ പ്രസ് ചെയ്യാം. അപ്പോൾ അവിടെ കാണാം പൈഡ്രോയിഡ് റെപ്പോസിറ്ററി പ്ലഗിൻ ഈസ് മിസ്സിംഗ്. എന്താ വെച്ചാൽ ഈ പൈഡ്രോയിഡ് എന്നുള്ള ഈ ആപ്പിലേക്ക് നിങ്ങൾക്ക് ഒരു മറ്റ് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ numpy എന്നുള്ളത് ഒരു പാക്കേജാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പൈഡ്രോയിഡ് റെപ്പോസിറ്ററി പ്ലഗിൻ എന്ന് പറയുന്ന ഇതിന്റെ ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്പ് നിങ്ങൾക്ക് എന്തിനു വേണ്ട പൈത്തൺ വർക്ക് ചെയ്യണമെങ്കിൽ ആ ആപ്പ് വേണമെന്നില്ല. പക്ഷേ മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ആ ആപ്പ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലഗിൻ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സോ ഗെറ്റ് പ്ലഗിൻ.
അപ്പോൾ ഇവിടെ ആപ്പ് മാർക്കറ്റ് മോർ, ആപ്പ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ കമ്പനി അനുസരിച്ച് ഒരു ആപ്പ് മാർക്കറ്റ് വരുന്നുണ്ടാവും. മോർ എന്നുള്ളതിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആയിരിക്കും. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ പ്രസ് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പോ ആണ് മൊബൈൽ, അപ്പോൾ അതിൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് അനുസരിച്ച് ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കല്ല ആദ്യം പോവുക, ആദ്യം ആപ്പ് മാർക്കറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെയും ആപ്പ് മാർക്കറ്റാണ് കാണുന്നത്. സോ ഐ എം പ്രസിംഗ് ഡൗൺലോഡ് നൗ. സോ ഇറ്റ് വിൽ ബി ഫൈഡ്രോയിഡ് റെപ്പോസിറ്ററി പ്ലഗിൻ. ഇൻസ്റ്റാൾ എന്നുള്ളത് പ്രസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ കേസിൽ ഇത് ചിലപ്പോൾ ആപ്പ് മാർക്കറ്റിലേക്കല്ല പോകുന്നുണ്ടാവുക, ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കാണ് മിക്കവാറും പോകുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ വെർഷൻ ഏതാണുള്ളത് അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. അതാണ് ഏറ്റവും നല്ലത്. ഈ ആപ്പ് മാർക്കറ്റ് എന്നുള്ള അത്രത്തോളം അപ്ഡേറ്റഡ് ആവണമെന്നില്ല. അപ്പൊ ആപ്പ് മാർക്കറ്റിൽ ഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾ രണ്ടാമത് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരാം. ഏതായാലും ഇവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 103 MB ഉള്ള ഒരു ഫയലാണ്. അപ്പൊ സമയം പിടിക്കും ഇൻസ്റ്റാളേഷൻ എന്നുള്ളത്. It is installing. Okay, now it has been installed. We need not open this one. Go back and our original Pydroid. There is Pydroid is there. Now I can install NumPy. So install, press install. So it shows that the Pydroid repository plugin is not updated. അപ്പോൾ ഞാനിപ്പോൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തത് ആ പ്ലഗിൻ എന്നുള്ളത്, അപ്പോൾ അത് അപ്ഡേറ്റഡ് അല്ല, അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഏതായാലും പ്രസ് ഓക്കെ, നമ്മൾ ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാം അഗെയിൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ആപ്പ് മാർക്കറ്റ്. നിങ്ങളുടെ കേസിൽ ഇത് മിക്കവാറും പ്ലേ സ്റ്റോറിൽ നിന്ന് ആദ്യത്തെ ഇൻസ്റ്റാളേഷനിൽ തന്നെ അതിന്റെ അപ്ഡേറ്റഡ് വെർഷൻ ആണെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഞാൻ വീണ്ടും ഡൗൺലോഡ് ഉണ്ടാവുന്ന പ്രസ് ചെയ്യാണ്. അത് ആപ്പ് മാർക്കറ്റിൽ അതിന്റെ പുതിയ വെർഷൻ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോയിക്കോളും. സോ ഡൗൺലോഡ് now. So it is going to Google Play Store. So update. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കാണാം. ഇവിടെ കാണാം നിങ്ങൾക്ക് you will need to uninstall this app manually before updating to this version. ഈ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കിത് മാനുവലായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഈ പ്ലഗിൻ അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണാം ഇത് എററാ വരുന്നുണ്ടാവും. ഇത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവില്ല. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റാളിംഗ് നോ ദ പ്രോബ്ലം ഈസ് can't install Pydroid repository. Try again. So നമുക്ക് പ്രസ് got it എന്ന് പ്രസ് ചെയ്യാം. got it. എന്നിട്ട് ഇവിടെ നോക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് what is new. You will need to uninstall this app manually before updating to this version. ഈ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മാനുവലി അൺഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ടാവാം. അവിടെ ഒന്ന് അൺഇൻസ്റ്റാൾ ഒന്നും ഒന്ന് അപ്ഡേറ്റ് ഒന്നും കാണുന്നുണ്ട്. അപ്പൊ അപ്ഡേറ്റ് പ്രസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം അൺഇൻസ്റ്റാൾ പ്രസ് ചെയ്യാം. അപ്പൊ എന്നിട്ട് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇറ്റ് ഈസ് അൺഇൻസ്റ്റാളിംഗ് നൗ. ഈ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പിന്നെ ഇൻസ്റ്റാൾ എന്നുള്ള കീ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇൻസ്റ്റാൾ എന്നുള്ളത് പ്രസ് ചെയ്യാം. Now there will be no problem. നിങ്ങൾക്ക് കാണാം അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ടാവും. Okay, it has been installed. Again we will go back into our original Python. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം NumPy ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ഇപ്പൊ നമ്മൾ അതിന്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തു, അത് അപ്ഡേറ്റ് ചെയ്തു. ഇനി NumPy ഇൻസ്റ്റാൾ എന്നുള്ളത് പ്രസ് ചെയ്യാണ്. So it is going to install now. Installing collected packages. Okay, completed. Successfully installed NumPy. Now I can go back. ഞാൻ ഇവിടെ ഈ ഓക്കെ ഇതുപോലെ നമുക്ക് മാറ്റ്പ്ലോട്ലിബ് ഇൻസ്റ്റാൾ ചെയ്യാം. ടോപ്പിൽ കാണുന്ന ഈ 3 ലൈനിൽ പ്രസ് ചെയ്യാം.
PIP എന്നുള്ളത് പ്രസ് ചെയ്യാം. അവിടെ എനിക്ക് ക്വിക്ക് ഇൻസ്റ്റാൾ എന്നുള്ളത് പ്രസ് ചെയ്യാം. എന്നിട്ട് താഴോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് numpy matplotlib numpy കാണാം. അതിൽ matplotlib ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഡൗൺലോഡിങ് matplotlib എന്നെല്ലാം കാണിക്കുന്നുണ്ടാവും. സോ കളക്ടിങ്, ഡൗൺലോഡിങ്. So it is going on. Now installing collected packages. matplotlib എന്നുള്ളതിൽ ഒരുപാട് പാക്കേജ് ഉണ്ട്. അതിൽ വരുന്ന പാക്കേജുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, successfully installed Cyber 0.100. So it has been installed successfully. ഇനി നമുക്ക് ആദ്യത്തെ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. import numpy as np. So I am pressing this yellow key. ഇനി കാണാം അവിടെ 0.1, 0.3, 0.4, then 0.1, 0.3, 0.4. അപ്പോൾ ഒരു വലിയ ലിസ്റ്റായി മാറി. അപ്പോൾ ഒരു ലിസ്റ്റിനെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ലിസ്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേസമയം അടുത്തത് വരെ 0.2, 0.4, 0.8. ഒരു അറേ നിങ്ങൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് അറേ അല്ലേ വരാം. ആ അറേയിലുള്ള ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യും. 0.4, 0.2, 0.6, 0.8. അപ്പോൾ ഇതാണ് ലിസ്റ്റും അറേയും തമ്മിലുള്ള ഡിഫറൻസ്. ഏതായാലും നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ.